OCD ഒരു തീരാ തലവേദനയോ? പ്രമുഖ ഇംഗ്ലീഷ് ഫുട്ബോളർ ഡേവിഡ് ബെക്കാം തൻ്റെ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, OCDയുമായുള്ള തൻ്റെ യുദ്ധത്തിൽ ജയിക്കാനൊരിക്കലും തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന്. കാരണം അത് വളരെ ശ്രമകരമാണ്. എന്താണ് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ? തങ്ങൾക്കുണ്ടാകുന്ന റിപ്പീറ്റഡ് തോട്ട്സ് കൊണ്ട് തുടർച്ചയായി ഒരേ കാര്യം ചെയ്യുക എന്തൊരു കഷ്ടമാണല്ലേ. ഒരു കാര്യം ഒരു തവണ ചെയ്യാനേ മടിയുള്ളവരുടെ ഇടയ്ക്കാണ് ഇത്തരക്കാരുടെ പ്രവൃത്തികൾ. നമുക്ക് ചുറ്റിനും ഇത്തരത്തിലുള്ള പലരെയും കാണാൻ കഴിയും. ചില മനുഷ്യരുണ്ട്, വൃത്തിയുടെയും ചിട്ടയുടെയും കാര്യത്തിൽ എന്തൊക്കെ ചെയ്താലും ഒട്ടും തൃപ്തി വരാതെ അസ്വസ്ഥരാകുന്നവർ. ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും തൃപ്തി കിട്ടാത്തത് കൊണ്ട് തന്നെ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. കഴുകിയിട്ടും വീണ്ടും വീണ്ടും കഴുകുക, അടച്ച വാതിലും ഓഫാക്കിയ ഗ്യാസ് സിലിണ്ടറും പലതവണ പരിശോധിക്കുക, വീട്ടു സാധനങ്ങൾ പലതും കൃത്യമായ സ്ഥാനത്ത് വീണ്ടും വീണ്ടും അടുക്കി വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് കാണുന്ന മറ്റുള്ളവരോ ഇവരിതെന്താ ഇങ്ങനെ എന്ന് തോന്നലിലാകും. ഇത്തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ അവരിൽ അമിതമായ ഉത്കണ്ഠയും സമ്മർദ്ദവും ഉണ്ടാക്കുന്നു. ഇവരുടെ കൂടെയുള്ളവർക്കും ഇതുമൂലം അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. OCDക്കാരുടെ സാമൂഹ്യ ജീവിതത്തെയും ഇത് വളരെ ദോഷകരമായി ബാധിക്കുന്നു. ലോക ജനസംഖ്യയുടെ 2% മനുഷ്യരും ചികിത്സ ആവശ്യമുള്ള OCDയാൽ ബുദ്ധിമുട്ടുന്നവരാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രമാകേണ്ടി വരുന്നവരാണ് OCD ഉള്ളവർ. OCDയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നിങ്ങളുടെ സമയത്തെ ഏറ്റവും അധികം കവർന്നെടുക്കുകയും നിങ്ങളുടെ ചിന്തകളെ കീഴടക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എപ്പോഴാണോ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണേണ്ടത്? ഓർക്കുക, വൃത്തിയായി ഇരിക്കുക എന്നതല്ല പ്രശ്നം, അമിതവൃത്തിയുടെയും ചിട്ടയുടെയും കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുമ്പോഴാണ്. ഇത്തരം കാര്യങ്ങൾ ഒരാളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അവയ്ക്ക് ചികിത്സ ആവശ്യമായി വരുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിലങ്ങുതടിയാകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ സമീപിക്കുക.